നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ വന്ന കുറച്ച് നല്ല കമൻറ്റ്സ് വായിക്കാം. ഗൗരി സിസ്റ്റേഴ്സ് ഇട്ട കമൻറ്റാണ്. ടീച്ചറുടെ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടമാണ്, താങ്ക് യു. രാധിക ആർ ഇട്ടത് സൂപ്പർ ക്ലാസ് ആയിരുന്നു. അച്ചൂസ് ഇട്ട കമൻറ്റാണ്, സൂപ്പർ ക്ലാസ് മിസ്, താങ്ക് യു. മനു ജോസഫ് ഹാപ്പി ബർത്ത്ഡേ ഇട്ടിട്ടുണ്ട് എബിതയ്ക്ക് വേണ്ടിയിട്ട്, താങ്ക് യു. പ്രസാദ് എസ് എന്ന ചാനലിൽ നിന്ന് കമൻറ്റാണ്. മെസ് യുവർ ക്ലാസ്സസ് ആർ അമേസിംഗ്, ഐ വാസ് സെർച്ചിങ് ഫോർ എ ക്ലിയർ ക്ലാസ്. എല്ലാവരും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, താങ്ക് യു. സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് പഠിക്കാൻ പോകുന്നത് ബയാ ഹമാരി ചിടിയ റാണി എന്ന പോയമാണ്. ഈ പോയം എഴുതിയിരിക്കുന്നത് മഹാദേവി വർമ്മ ആണ്. ഓക്കെ, ഫസ്റ്റ് ആൻസർ വായിക്കാം. ബയാ ഹമാരി ചിടിയ റാണി തിൻകെ ലാക്കർ മെഹൽ ബനാത്തി, ऊंची डालों पर लटकाती, खेतों से फिर दाना लाती, നദിയോ സേ ഭർ ലാത്തി പാനി. അപ്പോൾ ബയ എന്ന് വെച്ചാൽ എന്താണ്? ബയ എന്ന് വെച്ചാൽ നമ്മുടെ പക്ഷിയില്ലേ, ഈ ഒരു വീവർ ബേർഡിനെയാണ് ബയ എന്ന് പറയുന്നത്. മലയാളത്തിൽ പല പേരുകളും ഉണ്ട്. തൂക്കാനാം കുരുവി എന്ന് പറയും, ഓലഞ്ഞാലിക്കുരുവി, ആറ്റക്കുരുവി, തുന്നാരൻ കുരുവി, പല സ്ഥലത്ത് പല പേരുകളാണ് ഈ വീവർ ബേർഡിനുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ആറ്റക്കുരുവി എന്നാണ് പറയുന്നത്, പാറ്റക്കുരുവി എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ, ഈ നല്ല ഭംഗിയുള്ള കൂടുണ്ടാക്കുന്ന ഈ കുഞ്ഞു പക്ഷിയാണ് ബയ. ഓക്കെ, ബയാ ഹമാരി ചിടിയ റാണി. ബയാ ഹമാരി എന്ന് വെച്ചാൽ നമ്മുടെ, ചിടിയ റാണി പക്ഷികളുടെ റാണിയാണ് നീ, ബയ എന്നാണ് പറയുന്നത്. തിൻകെ ലാക്കർ മെഹൽ ബനാത്തി. തിൻക എന്ന് വെച്ചാൽ എന്താണ്? വൈക്കോൽ, അല്ലെങ്കിൽ ഈ പക്ഷി കൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഈ ഉണങ്ങിയ പുല്ലുകളൊക്കെ ഇല്ലേ, അതിനെയാണ് നമ്മൾ തിൻക എന്ന് പറയുന്നത്. തിൻക ലാക്കർ മെഹൽ ബനാത്തി. തിൻകെ ലാക്കർ വൈക്കോലുകൾ കൊണ്ടുവന്ന്, മെഹൽ എന്ന് വെച്ചാൽ കൊട്ടാരം, ബനാത്തി എന്ന് വെച്ചാൽ ഉണ്ടാക്കും. അപ്പോൾ ബയ നമ്മുടെ പക്ഷികളുടെ റാണി, നീ വൈക്കോൽ കൊണ്ടുവന്ന് കൊട്ടാരം ഉണ്ടാക്കുന്നു. ഊഞ്ചി ഡാലും പർ ലട്കാത്തി. എന്നിട്ട് ഈ ഉണ്ടാക്കിയ കൊട്ടാരം, ഊഞ്ചി എന്ന് വെച്ചാൽ നീളമുള്ള, ഡാലോം എന്ന് വെച്ചാൽ ബ്രാഞ്ചസ്, അതായത് മരത്തിൻ്റെ ശാഖകൾ, നീളമുള്ള മരത്തിൻ്റെ ശാഖകളിൽ, ലട്കാന എന്ന് വെച്ചാൽ തൂക്കിയിടുക. ഇതുപോലെ നീളമുള്ള ബ്രാഞ്ചസിൽ, നീളമുള്ള ശാഖകളിൽ, ലട്കാന എന്ന് വെച്ചാൽ എന്താണ്? തൂക്കിയിടും. ഓക്കെ, ഖേത്തോൻ സേ ഫിർ ദാന ലാത്തി. ഖേത്ത് എന്ന് വെച്ചാൽ എന്താ? ഫീൽഡ്, പാടം, വയൽ. വയലുകളിൽ നിന്നും പാടങ്ങളിൽ നിന്നും, ദാന, ദാന എന്ന് വെച്ചാൽ ഗ്രെയിൻസ് അഥവാ ധാന്യങ്ങൾ, ധാന്യങ്ങൾ കൊണ്ടുവരും. നദിയോൻ സേ ഭർ ലാത്തി പാനി. നദികളിൽ നിന്ന് വെള്ളം കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ എന്താണ് വീവർ ബോർഡിനോട് പറയുന്നത്? നമ്മുടെ പക്ഷികളുടെ റാണി, നീ വൈക്കോലുകൾ കൊണ്ട് കൊട്ടാരം ഉണ്ടാക്കുന്നു, അത് വലിയ ശാഖകളിൽ തൂക്കിയിടുന്നു, പാടങ്ങളിൽ പോയി ധാന്യങ്ങൾ കൊണ്ടുവരുന്നു, നദികളിൽ പോയി വെള്ളം കൊണ്ടുവരുന്നു. ഇതാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസ നോക്കാം. തുജ്കോ ദൂർ ന ജാനെ ദേംഗെ, दानों से आंगन भर देंगे, और हौज में भर देंगे हम मीठा मीठा ठंडा पानी. അപ്പോൾ ഈ കവിത ഈ പക്ഷിയോട് പാടുന്നത് രണ്ട് കുട്ടികളാണെന്ന് വിചാരിക്കുക. ഓക്കെ, കുട്ടികളാണ് കവിത ഈ പക്ഷിയോട് പാടുന്നത്. അപ്പോൾ എന്താണ് കുട്ടികൾ പറയുന്നത്? തുജ്കോ ദൂർ ന ജാനേ ദേംഗെ. തുജ്കോ നിന്നെ, ദൂർ ന ജാനേ ദേംഗെ ദൂരെ പോവാൻ ഞങ്ങൾ അനുവദിക്കില്ല. ദാനോം സേ ആംഗൻ ഭർ ദേംഗെ. ദാനോം എന്ന് വെച്ചാൽ എന്താ? ധാന്യങ്ങൾ കൊണ്ട്. ആംഗൻ എന്ന് വെച്ചാൽ മുറ്റം. ധാന്യങ്ങൾ കൊണ്ട് ഞങ്ങൾ മുറ്റം മുഴുവൻ നിറയ്ക്കും. ഓർ ഹോജ് മേ ഭർ ദേംഗെ ഹം. ഹോജ് എന്ന് വെച്ചാൽ വെള്ളം കൊടുക്കുന്ന ഒരു വലിയ പാത്രമാണ്. ആ പാത്രം മുഴുവൻ നമ്മൾ എന്താണ് നിറയ്ക്കുക? മീഠ മീഠ ഠണ്ട പാനി. നല്ല തണുത്ത വെള്ളം ഞങ്ങൾ നിറച്ച് വയ്ക്കും നിനക്ക് കുടിക്കാനായിട്ട്. നീ ഈ ദൂരെ പോകുന്നത്, അതായത് നിൻ്റെ ഈ ഭംഗിയുള്ള കൊട്ടാരം പോലത്തെ വീട് വിട്ട് ദൂരെ പോകുന്നത് പാടത്ത് പോയി ധാന്യങ്ങൾ കൊണ്ടുവരാനും നദീൻ്റെ അവിടെ പോയിട്ട് വെള്ളം കൊണ്ടുവരാനും ഒക്കെ അല്ലേ? അതുകൊണ്ട് നീ ദൂരെ പോവണ്ട, നിന്നെ ദൂരെ പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. നീ ഇതിനൊന്നും ദൂരെ പോകണ്ട, നിനക്ക് വേണ്ടിയിട്ടുള്ള ധാന്യങ്ങൾ നമ്മൾ മുറ്റം മുഴുവൻ നിറച്ച് വയ്ക്കാം. നിനക്ക് കുടിക്കാനുള്ള വെള്ളം പാത്രത്തിൽ ഞങ്ങൾ നല്ല തണുത്ത വെള്ളം നിറച്ച് വയ്ക്കാം. നീ ദൂരെ പോവണ്ട എന്നാണ് ഈ കുട്ടികൾ പക്ഷിയോട് പറയുന്നത്. ഫിർ, ഓക്കെ, അടുത്ത സ്റ്റാൻസ് ആണ്. ഫിർ अंडे सेएगी तू जब, निकलेंगे नन्हे बच्चे तब,
हम आकर बारी बारी से कर लेंगे उनकी निगरानी. ഇനി എന്താ കുട്ടികൾ പറയുന്നത്? ഫിർ അണ്ടേ സേയേഗി തൂ ജബ്, മുട്ടയിട്ട് നീ, സേയേഗി എന്ന് വെച്ചാൽ മുട്ടയ്ക്ക് അടയിരിക്കുമ്പോൾ, നിക്ലേങ്കെ നൻഹേ ബച്ചേ തബ്, മുട്ട വിരിഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞ്, അതായത് ഒരു മുട്ടയാണെങ്കിൽ അതിൽ നിന്ന് എന്താണ് കുഞ്ഞ് പക്ഷികൾ പുറത്തു വരും അല്ലേ, കുഞ്ഞ് പക്ഷി പുറത്തു വരും. ഹം ആക്കർ ബാരി ബാരി സേ, നമ്മൾ വന്ന്, ബാരി ബാരി സേ ഓരോരുത്തരായിട്ട്, കർ ലേങ്കെ ഉൻകി നിഗ്രാനി, നിഗ്രാന എന്ന് വെച്ചാൽ സംരക്ഷിക്കുക, പരിപാലിക്കുക. ഞങ്ങൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് നിൻ്റെ കുഞ്ഞിനെ പരിപാലിക്കാം, സംരക്ഷിക്കാം. അപ്പോൾ എന്താണ് പറയുന്നത്? ഫിർ അണ്ടേ സേഗി തൂജബ്, നീ മുട്ടയ്ക്ക് അടയിരിക്കുമ്പോൾ, നിക്ലേങ്കെ നൻഹേ ബച്ചേ തബ്, മുട്ട പൊട്ടി കുഞ്ഞു കുഞ്ഞു നിൻ്റെ പക്ഷിക്കുഞ്ഞുങ്ങൾ വരും. ഹം ആക്കർ ബാരി ബാരി സേ, ഞങ്ങൾ വന്ന് ഓരോരുത്തരായിട്ട്, കർ ലേങ്കെ ഉൻകി നിഗ്രാനി, ഞങ്ങൾ ഓരോരുത്തരായി വന്നിട്ട് നിൻ്റെ പക്ഷിക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാം അല്ലെങ്കിൽ പരിപാലിക്കാം. അവസാനത്തെ സ്റ്റാൻസ് നോക്കാം. ഫിർ ജബ് ഉൻകെ പർ നിക്ലേങ്കെ उड़ जाएंगे बया बनेंगे, हम तब तेरे पास रहेंगे, तू रोना मत चिड़िया റാണി, ബയാ ഹമാരി ചിടിയാ റാണി. എന്താ പറയുന്നത് പിന്നെ? ഫിർ ജബ് ഉൻകെ പർ നിക്ലേങ്കെ, ഉൻകെ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പക്ഷിക്കുഞ്ഞുങ്ങൾ. ഈ പക്ഷിക്കുഞ്ഞുങ്ങൾ വലുതായിട്ട് അവർക്ക് എന്താണ് ചിറക് വരുമ്പോൾ അവരെന്ത് ചെയ്യും? ഉഡ് ജായേങ്കെ ബയാ ബനേങ്കെ, ഉഡ് ജായേങ്കെ എന്ന് വെച്ചാൽ പറന്നു പോകും, ബയാ ബനേങ്കെ പറന്നു പോയി വലിയ ആറ്റക്കുരുവിയായി മാറും അല്ലെങ്കിൽ വീവർ ബേർഡായി മാറും. ഹം തബ് തേരെ പാസ് രഹേങ്കെ, അപ്പോഴും ഞങ്ങൾ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, അരികിൽ തന്നെ ഉണ്ടാവും. തൂ റോനാ മത് ചിടിയാ റാണി, നീ കരയരുത്, ചിടിയാ റാണി നീ കരയരുത് പക്ഷികളുടെ റാണി. ബയാ ഹമാരി ചിടിയാ റാണി, ആറ്റക്കുരുവി നീ ഞങ്ങളുടെ റാണിയാണ്, പക്ഷികളുടെ റാണിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് അവസാനത്തെ സ്റ്റാൻസയിൽ പറയുന്നത്? ഫിർ ജബ് ഉൻകെ പർ നിക്ലേങ്കെ, നിൻ്റെ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക്, പർ എന്ന് വെച്ചാൽ വിങ്സ് അഥവാ ചിറക്, അവർക്ക് ചിറക് വരുമ്പോൾ, ഉഡ് ജായേങ്കെ ബയാ ബനേങ്കെ പറന്നുപോയി ആറ്റക്കുരുവിയായി മാറും. ഹം തബ് തേരെ പാസ് രഹേങ്കി, അപ്പോഴും ഞങ്ങൾ നിൻ്റെ അരികിലുണ്ടാവും. തൂ റോനാമ ചിടിയാ റാണി, നിൻ്റെ പക്ഷിക്കുഞ്ഞുങ്ങൾ ചിറക് വന്ന് പറന്നു പോയി വലിയ ആറ്റക്കുരുവിയായി മാറുമ്പോൾ നീ കരയരുത്, കാരണം ഞങ്ങൾ നിൻ്റെ അരികിലുണ്ടാകും. ബയാ ഹമാരി ചിടിയാ റാണി, ഞങ്ങളുടെ ആറ്റക്കുരുവി ഞങ്ങളുടെ പക്ഷികളുടെ റാണി. അപ്പോൾ അതാണ് ഈ പോയം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റൻ ആൻസേഴ്സ് ആൻഡ് ആക്ടിവിറ്റീസ് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.